الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سارعوا إلى مغفرة من ربكم سارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله സ്നേഹനിധിയായ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിനെ സൂക്ഷിപ്പിക്കണമെന്ന് ആരംഭമായി ഇവരെയും വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ നടക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇരിക്കാൻ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ കിടക്കാൻ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരിശ്രമിക്കാൻ പറയുന്ന സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിശ്രമിക്കാൻ പറയുന്ന സ്ഥലങ്ങളുണ്ട്. എങ്കിൽ കർമ്മങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ നന്മകളുടെ വിഷയം പറയുമ്പോൾ ഇരിക്കാനല്ല പറയുന്നത്, കിടക്കാനല്ല പറയുന്നത്, നടക്കാനല്ല പറയുന്നത്, വിശ്രമിക്കാനല്ല പറയുന്നത്, ഓടുവാനാണ് പറയുന്നത്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന, നിങ്ങൾ ഓടണം മഗ്ഫിറത്തിലേക്ക്. മഗ്ഫിറത്തിനപ്പുറമാണ് സ്വർഗമുള്ളത്. ആർക്ക് മഗ്ഫിറത്തില്ല അവർക്ക് സ്വർഗമില്ല. അല്ലാഹു ഗഫൂറുർ റഹീമാണെന്ന് പഠിപ്പിക്കുന്ന ആയത്തിലെ 99.9% ആദ്യം ഗഫൂറാണ് പറയുന്നത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ ഗഫൂറുർ റഹീമാ. എപ്പോഴും റഹ്മത്ത് പറയുന്നതിന് മുമ്പ് അവിടെ മഗ്ഫിറത്താണ് പറയുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് ജീവിതത്തിലേക്ക് വരണമെങ്കിൽ മഗ്ഫിറത്ത് ലഭിക്കണം. ഏറ്റവും വലിയ റഹ്മത്താണ് സ്വർഗമെന്ന് പറയുന്നത്. സ്വർഗം ലഭിക്കണമെങ്കിൽ മഗ്ഫിറത്ത് ലഭിക്കണം. എന്താ മഗ്ഫിറത്ത്? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു പോകുക എന്നുള്ളതാണ്. ഈ മാസം അതിനുള്ള ധന്യമായ ദിനരാത്രങ്ങളാണ് മഗ്ഫിറത്തിനുള്ള ദിനരാത്രങ്ങൾ. വലികുല്ലി യൗമിൻ ലികുല്ലി ലൈലത്തിൻ ഇത്ഖാഉ മിനൻ നാർ. ഓരോ രാവിലും റമദാനിന്റെ ഓരോ രാവുകളിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നുവെങ്കിൽ അത് മഗ്ഫിറത്ത് കൊണ്ടുള്ള ഫലപ്രാപ്തിയാണ്. അതുകൊണ്ട് തന്നെ മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ. ശേഷം വരുന്ന ആ ഹദീസ് എല്ലാം ഒന്നാണ്. ആദ്യത്തെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയതിൽ മഗ്ഫിറത്ത് ഉണ്ടാകുന്നതാണ്. റമദാനിൽ നമസ്കരിച്ചാൽ, രാവിലെ നമസ്കരിച്ചാൽ, റമദാനിൽ
റമദാനിൽ ലൈലത്തുൽ ഖദ്ർ കാത്തുനിന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, റമദാനിൽ നോമ്പ് നോറ്റാൽ ഉണ്ടാകുന്ന ഫലം മഗ്ഫിറത്താണ്. മഗ്ഫിറത്തിന്റെ ഫലം സ്വർഗ്ഗമാണ്. അതുകൊണ്ടാണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗ്ഗത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മഗ്ഫിറത്ത് എന്ന പാലം കടന്നിരിക്കണം. സ്വർഗ്ഗത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മഗ്ഫിറത്ത് എന്ന കുന്ന് കയറിയിരിക്കണം. അതിനുള്ള പരിശ്രമമാണ് റമദാനിൽ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ റമദാനിൽ നാം മറന്നു പോകരുത്. റമദാനിന്റെ രാവുകളെ മറക്കരുത്, റമദാനിന്റെ പകലുകളെ മറക്കരുത്. എല്ലാവരും തന്ത്രജ്ഞന്മാരാണ്. അവരവന്റെ വിഷയത്തിൽ മാക്കിരികളാണ്. നമ്മൾ ഷാക്കിറിനപ്പുറം നമ്മൾ എപ്പോഴും മാക്കിറുകളാണ്. ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ തന്ത്രം പ്രയോഗിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂത്രശാലികളെ, തന്ത്രശാലികളെ സംബന്ധിച്ച് പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജീവിതത്തിന്റെ ആത്യന്തിക യാത്രയ്ക്ക് വേണ്ടി ജീവിതത്തെ, ശരീരത്തെ, മനസ്സിനെ അല്പം കീഴ്പ്പെടുത്താൻ സാധിക്കുമോ അവനാണ് തന്ത്രജ്ഞൻ. മരണാനന്തര ശേഷം പ്രവർത്തിക്കാൻ സാധിക്കുമ്പോ അവനാണ് തന്ത്രജ്ഞൻ. എല്ലാവരും ശക്തർ എന്ന് പറയുന്ന ആളുകളുണ്ട്, മസിൽ പവറുള്ള ആളുകൾ, ബോക്സിംഗ് റിംഗിൽ എതിരാളികളെ ഇടിച്ചു വീഴ്ത്താൻ കഴിയുന്ന ആളുകൾ ശക്തരാണ് നമ്മുടെ വീക്ഷണത്തിൽ. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബിസിനസ്സിൽ തോൽപ്പിക്കാൻ കഴിയുന്നവർ ശക്തരാണ് നമ്മുടെ വിഷയത്തിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അശക്തിയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് അതിനെ തുടർച്ചയായിട്ട് ഇങ്ങനെയാണ്, വൽ ആജിസു, ദുർബലമായവൻ, ശക്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മനിത്തബഅ നഫ്സഹു, അവന്റെ ദേഹത്തെ പിൻപറ്റിയ ആളാകുന്നു. മനിത്തബഅ നഫ്സഹു ഹവാ, അവന്റെ നഫ്സിനെ, അവന്റെ ദേഹത്തെ പിൻപറ്റാൻ സമ്മതിച്ചവൻ അതിന്റെ പിന്നാലെ നടന്നവനാകുന്നു. വതമന്ന അലല്ലാഹിൽ അമാനി, എന്നിട്ട് ദുസ്വപ്നം കാണുന്നവനാകുന്നു. ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ്. സ്വപ്ന ലോകത്ത് വിഹരിക്കുന്ന ആളുകളാണ്. സ്വപ്നം വേണ്ട എന്നുള്ളതല്ല, സ്വപ്നങ്ങൾ ആവശ്യമാണ്. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലേ യാഥാർത്ഥ്യമാകുമായിരുന്നു. പ്രവാചകന് 1000 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉമറിന്റെ വീട്ടിൽ 1 അല്ല 2 അല്ല 3 അല്ല 5 തവണ പ്രവാചകൻ ചെന്നിരുന്നു. ഉമറെ, നീ എന്നത് പഠിക്കുമോ എന്ന് വിചാരിച്ചു. എങ്കിൽ ഉമറിന്റെ വീടും പ്രവാചകന്റെ വീടും അടുത്തടുത്താണ്. കഅബയിൽ നോക്കിയാൽ അപ്പുറത്ത് കാണുന്ന ജബലിന്റെ മുകളിൽ ഒരു വലിയ കൊട്ടാരം പോലെയായിരുന്നു ഉമർ. മക്കയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുന്ന അത്രയും ശക്തിയോടുകൂടി അതിനെ കാണുകയും ഉടനെ ആ കഅബ താഴേക്ക് ഇറങ്ങി അവരെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്ന ഉമറിനെ നോക്കി പ്രവാചകൻ സ്വപ്നം കണ്ടിരുന്നു. ഉമറും ഇസ്ലാമായിരുന്നുവെങ്കിൽ അത് സാക്ഷാത്കരിച്ചു. മക്കയെ നോക്കി പ്രവാചകൻ സ്വപ്നം കണ്ടിരുന്നു. ആ മക്കയെന്ന് എന്റെ കഅബയായിരുന്നെങ്കിൽ അതും സാക്ഷാത്കരിച്ചു. സ്വപ്നങ്ങൾ വേണം, പക്ഷെ ഇവിടെ സ്വപ്നങ്ങളല്ല, ദിവാസ്വപ്നങ്ങളാണ്. നടക്കാത്ത സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് നമ്മുടെ സ്ത്രീകളും നമ്മുടെ പുരുഷന്മാരും. യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട സ്വപ്നങ്ങളാണ് ജീവിതത്തിൽ നാം കാണേണ്ടത് എന്ന് കൂടെ പാഠം കൂടി ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മകളുടെ ലോകം അതൊന്ന് വേറെ തന്നെയാണ് സഹോദരന്മാരെ. തിന്മകളുടെ ലോകത്തിൽ നിന്ന് വളരെ വ്യതിരിക്തമാണ് ലോകം. യാ ബാഖിയൽ ഖൈർ അഖ്ബിൽ, മാലാഖമാർ വിളിച്ചു പറയും ഈ രാവിൽ പകലും, നന്മ ചെയ്യുന്നവരെ ഇതൊരു ചാൻസാണ്, ഒരു അവസരവും നിങ്ങളുടെ ഡോറിൽ 2 തവണ മുട്ടാറില്ല. അങ്ങനെയല്ല നമ്മൾ ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയാറുള്ളത്. ഒരവസരവും അതിന് മുട്ടാറില്ല. ജീവിതത്തിൽ ചിലപ്പോൾ ഇതൊരു അവസരമായിരിക്കാം. രണ്ടാമത് റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നില്ല. അതുകൊണ്ട് യാ ബാഖിയൽ ഖൈർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അഖ്ബിൽ, മുന്നോട്ട് വരണമെന്നാണ്. നോമ്പ്, എല്ലാവരും നോമ്പ് വെക്കുന്നവരാണ്. നമ്മുടെ കർമ്മങ്ങൾ വളരെ വ്യവസ്ഥാപിതമായിരിക്കണം. കർമ്മങ്ങൾ സ്വീകരിക്കാൻ 2 മാനദണ്ഡമാണ്. 1 ഇഖ്ലാസ്, 2 പ്രമാണം. ഇഖ്ലാസ് എന്ന കർമ്മത്തിൽ നമുക്കുള്ള ശ്രദ്ധയും ഭക്തിയും ഒക്കെ അതിന്റെ ഭാഗമാണ്. രണ്ടാമത് ആദ്യമായി ചേർക്കാം, ചില പണ്ഡിതന്മാർ അങ്ങനെ ചേർത്തിട്ടുണ്ട്. രണ്ടാമത് ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ കിതാബും സുന്നത്തും സ്ഥിരപ്പെട്ട രൂപത്തിലായിരിക്കണം. എങ്കിൽ റമദാനിന്റെ വിഷയത്തിൽ ഇമാം ഗസാലി പറയുന്നുണ്ട്, ജനങ്ങളെല്ലാവരും നോമ്പ് വെക്കുന്നുണ്ട്,
എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ നോമ്പ് 3 നോമ്പുകളാണ് ജനങ്ങൾ. ഒന്ന് സോമു ഖാസത്തിൻ, സോമു ആമത്തിൻ, പബ്ലിക് ഫാസ്റ്റിംഗ്. സാധാരണ എല്ലാവരും നോക്കുന്നുണ്ട്. ആ നോമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കില്ല, ശീതകാലമായി ശാരീരികമായ പ്രവർത്തനം ഒന്നും ചെയ്യില്ല. മാനസികമാണോ എന്നുള്ളത് അത് വേറെ വിഷയം. ആ വിഭാഗത്തിലാണ് ഭൂരിപക്ഷം ആളുകളുമെങ്കിൽ അവരുടെ നോമ്പ് വെറുതെ അള്ളാഹ്ക്ക് ആവശ്യമില്ല അങ്ങനത്തെ ഒരു നോമ്പ്. രണ്ടാമത്തേത് സോമു ഖുസൂസിൻ, സ്പെഷ്യൽ നോമ്പാണ്. അത് ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ശരീരങ്ങൾ നിയന്ത്രിക്കുന്നു, നമ്മുടെ നാക്കിനെയും നിയന്ത്രിക്കുന്നു. ആരെയും തല്ലാൻ പോകില്ല, ആരെയും ചിത്തറിയാൻ പോകില്ല, ഒന്നും ഉണ്ടാവില്ല. അത് രണ്ടാമത്തെ നോമ്പ്. അത് കുറച്ച് പ്രതിഫലമുള്ള നോമ്പാണ്. മൂന്നാമത്തെ നോമ്പ് ഇമാം ഗസാലി പറഞ്ഞ മൂന്നാമത്തെ നോമ്പാണ്. ഇതായിരിക്കണം നമ്മുടെ നോമ്പ്. സ്പെഷ്യലുകളുടെ സ്പെഷ്യൽ, അതായത് ഏറ്റവും പ്രത്യേകമായ നോമ്പ്. അതിൽ ആദ്യം പറഞ്ഞ 2 ഭാഗങ്ങളുണ്ടാവും. വഹുവ സൗമുൽ ഖൽബി, ഹൃദയത്തിന്റെ നോമ്പാണ്. ഹൃദയം അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന നോമ്പ്, ഹൃദയം ഖുർആനിലേക്ക് ബന്ധിപ്പിക്കുന്ന നോമ്പ്, ഹൃദയം നോമ്പിലേക്ക് ബന്ധിപ്പിക്കുന്ന നോമ്പ്. അങ്ങനത്തെ ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ റമദാനിൽ വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഹദീസ് സഹിതം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം ഗസാലിയുടെ ഖുലാസ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. കർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഹൃദയമായി എപ്പോഴാണ് കർമ്മത്തിന് ബന്ധമുള്ളത്, അപ്പോഴാണ് നമുക്ക് നമ്മുടെ നോമ്പ് പൂർണ്ണമാകുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ സുംത, നീ നോമ്പ് വെക്കുമ്പോൾ ഫൽയസും സംഹുക വബസറുക, നീ മാത്രം നോക്കിയാൽ പോരാ, കണ്ണും കാതും ഒക്കെ നോക്കണം നിന്റെ നോമ്പ്. അനിൽ കദ്ബി വൽ മആസിം, നുണ പറയരുത്, അതുപോലെ തന്നെ തെറ്റിന്റെ വിചാരമൊക്കെ ഒന്നും ഉണ്ടാവരുത് എന്ന്. എത്രത്തോളം വെച്ചാൽ നിന്റെ കീഴിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്നത് വരെ നീ സൂക്ഷിക്കണം. നോമ്പിനൊരു ഗൗരവമുണ്ട്, നോമ്പിനൊരു ഗൗരവമുണ്ട്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ അഭിനയിക്കുന്നതല്ല നോമ്പ്, നിങ്ങളുടെ മുഖം ക്ഷീണിപ്പിക്കുന്നതല്ല നോമ്പ്, നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകുന്നതാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ എപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമുക്ക് വഖാർ ഉണ്ടാകുന്നത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ടാ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അല്ലാഹുവിന് വഖാർ ഉണ്ടാവാത്തത്, അല്ലാഹുവിന് എന്താ നിങ്ങൾക്ക് വഖാർ ഉണ്ടാവാത്തത്, അവനെന്താ അല്ലാഹുവിന്റെ പരിഗണന നൽകാത്തത്. പരിഗണന നോമ്പ്. വസകീനത്തുൻ, ധൃതി പിടിക്കാത്ത, ഹറിമറിയാവാത്ത ഒരു ശാന്തതയുള്ള നോമ്പ്. അതുപോലെ തന്നെ ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു അവസാനമായി പറയുകയാണ്, വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാവൻ, നോമ്പുള്ള ദിവസം നോമ്പില്ലാത്ത ദിവസം ഒരുപോലെയാക്കരുത്. അങ്ങനെയെങ്കിൽ ഈ നോമ്പിന്റെ ഫലമാണത്. സഹോദരന്മാരെ, റമദാനിനെ ധന്യമാക്കുന്ന, ജീവിതത്തെ മഹത്വപ്പെടുത്തുന്ന, ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭങ്ങളാണ്. നമുക്ക് ഈ അവസരങ്ങളെ ഉപയോഗിക്കണം. ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്, ഒന്ന്, നമ്മുടെ സമയത്തെ നമ്മൾ നിർണയിക്കുക. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ, ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ സോഷ്യൽ മീഡിയകൾ നിരോധിക്കണമെന്ന് പറയാൻ നമുക്കൊന്നും അവകാശമില്ല, കഴിയില്ല. പക്ഷേ നിയന്ത്രിക്കണമെന്ന് നമുക്ക് സ്വന്തത്തോട് പറയാൻ കഴിയും. ഭക്ഷണം നിങ്ങൾക്ക് പ്രശ്നമാണ്, നിഷേധിക്കണമെന്ന് പറയാൻ കഴിയില്ല. ഭക്ഷണം നിയന്ത്രിക്കണമെന്ന് പറയാൻ കഴിയും. അപ്പൊ നിയന്ത്രണമാണ് നോമ്പെന്ന പദത്തിന് പോലും നിയന്ത്രണമാണ് സോമെന്ന പദത്തിന് അർത്ഥമെങ്കിൽ നിയന്ത്രിക്കുക. ഒന്ന് നിയന്ത്രിക്കുമ്പോൾ മറ്റുള്ളതിന് സമയം നൽകാൻ ഒരുപാട് കഴിയും. भाइयों, जो बयान दे दिया कि खुलासा आपके सामने देना चाह रहा हूँ। ये रमजान
ممکن یہ رمضان یہ زندگی کی آخری رمضان ہو جائے گا، اور آنے والے رمضان میں ہم زندہ ہے یا مردہ ہے اور بول نہیں سکے. کسی غیب معلوم پڑنے والوں جو غیب میرے کو معلوم ہونے والوں ایسا بولنے والوں کو بھی معلوم نہیں پڑے گا. تو یہی ہے آخری صوم. جیسے پیغمبر صلی اللہ علیہ وسلم نے اپنا صحابی کو کہا صلی صلاۃ المؤذن، تم نماز پڑھنے کو مسجد میں آگے تو سوچو یہ تیرا آخری نماز ہے. جیسا ہم سوچنا ہے کہ یہ ہمارا یہ میرا آخری روزہ ہے، یہ میرا آخری رمضان ہے، یہ میرا آخری صوم ہے، تو اس کا مطلب ہے کہ ہم اللہ کے ساتھ چلنا ہے. وَفِرُّوا إِلَى اللَّهِ، اب چلنا نہیں ہے، بھاگنا ہے اللہ کی طرف سے. گناہوں سے بھاگو، برائیوں سے بھاگو، اور برا فکر سے بھاگو اللہ کی طرف سے. یہ حسنوں سے اور اعمال صالحاتوں سے زندگی کے بھرو تو آنے والا زندگی میں روشنی ملے گا. اور سب سے بڑی زندگی میں روشنی کی کنز یہ ہے کہ اللہ تعالیٰ کی یہ کتاب ہمارا سامنا ہے. کتاب صرف پڑھنے میں بھی جزا ہے، کہ صرف اس کا معنی پڑھنے میں بھی جزا ہے، مگر یہ کتاب کی اندر جانا ہے. قرآن کی گہرائی میں جا کر ان اندر سے ہم زندگی کے فکر لے کے آنا ہے. آنے والا اور ہونے والا زندگی پر روشنی ملنے کے لیے دنیا میں کوئی مستر نہیں ہے ہمارے ساتھ، یہی ہے قرآن. اس لیے یہ رمضان یہ روزے کا ہم داخل ہو گیا الحمدللہ. اور فکر رکھو یہ میری آخری روزہ ہے، یہ میرا آخری رمضان ہے. اس لیے اس کے لیے ہم کرو. اللہ تعالیٰ نے ہمیں اچھے سے اچھے کام کرنے کے لیے فرمایا. وآخر دعوانا أن الحمد لله رب العالمين. وأقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أحبتي في الله أوصيكم بتقوى الله. നോമ്പിന്റെ ലക്ഷ്യം ഭക്തിയാണ്. ഭക്തിയുടെ പ്രധാന ഗുണം സംരക്ഷണമാണ്. സംരക്ഷണം ജീവിതത്തിന്റെ പല മേഖലകളിലാണ്. അവസാനം നരകത്തിൽ നിന്നുമാണ്. മറ്റൊരു ഭക്തിയുടെ ലക്ഷ്യം ജീവിതത്തിന്റെ വിശാലതയാണ്, ജീവിതത്തിന്റെ റിസ്ക്കാണ്. റിസ്ക് തേടാത്ത ആവശ്യപ്പെടാത്ത ആരോഗ്യ ഇമാം ഇബ്നു ഖയ്യിം അദ്ദേഹം പറയുന്നത് അർബഉൻ തജ്രിബു റിസ്ഖ, 4 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് റിസ്ക് കൊണ്ടുവരും. റമദാനിൽ അത് വല്ലാത്ത അവസരമായതുകൊണ്ടാണ് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മറക്കരുത്, 4 കാര്യങ്ങൾ ജീവിതത്തിൽ റിസ്ക് കൊണ്ടുവരും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണമെന്ന് മാത്രമല്ല, റിസ്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ചേർക്കുമ്പോൾ സമാധാനമാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് മക്കളിലേക്ക് ചേർക്കുമ്പോൾ കൺകുളിർമയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് ചേർക്കുമ്പോൾ അവരുടെ അനുഗ്രഹമാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ ബർക്കത്തും റഹ്മത്തുമാണ്. അങ്ങനെ മനസ്സിലാക്കിയ റിസ്കിനെ അർബഉൻ തജ്രിബുൽ റിസ്ഖ, 4 കാര്യങ്ങൾ റിസ്ക് കൊണ്ടുവരും. ഒന്ന് ഖിയാമുൽ ബില്ലൈൽ, സ്വലാത്തു ബില്ലൈൽ, രാത്രിയുള്ള നമസ്കാരം. റമദാനിൽ അതൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. 2 അൽ-ഇസ്തിഗ്ഫാർ ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കരയാനുള്ള അവസരമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഈ പറഞ്ഞ റിസ്കുകൾ കൊണ്ടുവരുന്നതാണ്. 3 അൽ-അദ്കാറു ഫി അവ്വലിൽ ലൈലി വആഖിറിൻ നഹാരി, രാവിലെ പകലിന്റെ ആദ്യത്തിലും
പകലിന്റെ അന്ത്യത്തിലും ദിക്റുകൾ സ്ഥിരമാക്കുമെങ്കിൽ അത് റിസ്കിന്റെ മാർഗമാണ്. 4 അത്തറാഹുദു ബിസ്സദഖ, റമദാനിൽ അവസരമാണ്. അഫ്ളൽ സദഖതി സദഖത്തുൻ ഫി റമദാൻ, റമദാനിൽ അവസരമാണ്. മേരാ തൻഖാ ये 100 के लिए, मेरा तनख्वाह मेरा रातिब 60 के लिए, मेरा रातिब 50 के लिए, मेरा रातिब 200 है, मेरा रातिब ये 150 है. इसके बारे में फिक्र न रखो. जो एक फीस आपकी खाने के बाद आपकी जेब में हो, इसके बाद सदका दे दो. सबसे बड़ी सदका यही है, फकीरों की सदका. सदका गनियों की हक नहीं है, सदका सबकी जिम्मेदारी है. നമ്മുടെ പാവപ്പെട്ടവന്റെ മാത്രം പണക്കാരന്റെ മാത്രമല്ല സദക എന്ന് പറയുന്നത്, സക്കാത്താണ്. പാവപ്പെട്ടവന് കൂടി നൽകേണ്ടതാണ് സദക എന്ന് പറയുന്നത്. അസ്സദഖത്ത് എന്ന് പറഞ്ഞാൽ, സദക എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തലാണ്. അല്ലാഹുണ്ട്, ഈമാനുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്, ഈ ലോകമുണ്ട്, നാളെ പരലോകമുണ്ട് എന്ന് സത്യപ്പെടുത്താൻ സ്വദഖ എന്ന പദം അറബിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അസ്വദഖത്ത് ഖുർആനിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെന്നതിന്റെ തെളിവ് നിങ്ങളാൾക്ക് എന്തെങ്കിലും നൽകുകയാണെന്ന് റസൂലുന ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ 4 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവോ നമ്മുടെ റിസ്കിന്റെ മാർഗങ്ങൾ പടച്ചവൻ നമുക്ക് തുറന്നു. അല്ലാഹു അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين، أدخلنا الجنة يا رب العالمين، أدخلنا الجنة يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين والمسلمات، اللهم اشف مرضانا ومرضى المسلمين والمسلمات والإخوان والأخوات يا رب العالمين. يا حي يا قيوم برحمتك نستغيث. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم يا غافر الذنب ويا قابل التوب، اللهم اغفر لآبائنا ولأمهاتنا ولأساتذتنا ولمشايخنا ولمن أحبنا يا غافر المذنبين. اللهم اجعل هذا البلد أمنا وأمانا ومطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة